യു.ഡി.എഫ് സർക്കാർ അധികാരമേറ്റയുടൻ ഹൈക്കോടതിയിൽ നടത്തിയ ഗവൺമെന്റ് പ്ലീഡർ നിയമനങ്ങളെ ചൊല്ലി മുന്നണിയിലും കോൺഗ്രസ് പാർട്ടിയിലും കടുത്ത ആഭ്യന്തര കലാപവും കോഴയാരോപണങ്ങളും പുകയുകയാണ്. നിയമവകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പാർട്ടിയെയോ ഘടകകക്ഷിയെയോ വിശ്വാസത്തിലെടുക്കാതെ സ്വന്തം താൽപര്യപ്രകാരം നടത്തിയ നിയമനങ്ങളിൽ 10 മുതൽ 15 ലക്ഷം രൂപ വരെ കോഴ വാങ്ങിയെന്ന ഗുരുതരമായ ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഈ ഏകപക്ഷീയവും വിവേചനപരവുമായ നടപടിക്കെതിരെ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും അഭിഭാഷക സംഘടനകൾ പരസ്യമായി രംഗത്തിറങ്ങി. സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ, സീനിയർ ഗവൺമെന്റ് പ്ലീഡർ, പ്ലീഡർ തസ്തികകളിലേക്ക് കോൺഗ്രസ് അനുകൂല സംഘടനയായ ലോയേഴ്സ് കോൺഗ്രസിനെയും ലീഗിന്റെ ലോയേഴ്സ് ഫോറത്തെയും പൂർണ്ണമായി തഴഞ്ഞുവെന്നാണ് പുറത്തുവരുന്ന പ്രധാന പരാതി. യു.ഡി.എഫ് അധികാരത്തിൽ വരാൻ വിയർപ്പൊഴുക്കിയവരെയും തെരുവിൽ പോരാടിയവരെയും അവഗണിച്ച് സംഘടനകളുമായി യാതൊരു ബന്ധമില്ലാത്തവരെയും അയോഗ്യരെയുമാണ് പ്ലീഡർമാരാക്കിയത്. കൂട്ടത്തിൽ മുസ്ലിം ലീഗിനെ ബോധപൂർവം തഴഞ്ഞ് ജമാഅത്തെ ഇസ്ലാമിക്ക് പ്ലീഡർ സ്ഥാനം നൽകിയതിലും കടുത്ത അമർഷമുണ്ട്. മുസ്ലിം ലീഗ് 40 പ്ലീഡർ സ്ഥാനങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനത്ത് വെറും 9 എണ്ണമാണ് നൽകിയത്. അതിൽ തന്നെ 2 പേർ ലീഗുകാരുമല്ല. എം.പി. അഡ്വക്കേറ്റ് ഹാരിസ് ബീരാന്റെ ഓഫീസിലുള്ള അഭിഭാഷകയെയും അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ മുഹമ്മദ് ഷായുടെ ജൂനിയറിനെയും ലീഗിന്റെ വിഹിതത്തിൽ നിന്നാണ് നിയമിച്ചത്. ഇവർക്ക് ലീഗുമായോ ലോയേഴ്സ് ഫോറവുമായോ യാതൊരു ബന്ധവുമില്ല. മുഖ്യമന്ത്രിയുടെ ഈ തന്നിഷ്ടപ്രകാരമുള്ള കടുംവെട്ട് കാരണം ആകെ 140 ഒഴിവുകളിൽ 80 പേരെ മാത്രമാണ് ഇതുവരെ നിയമിക്കാൻ പറ്റിയത്. ബാക്കി നിയമനങ്ങൾ തർക്കത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. നിയമനങ്ങളിൽ ആവശ്യമായ മിനിമം യോഗ്യതകൾ പോലും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അട്ടിമറിച്ചതായാണ് ആക്ഷേപം. പ്ലീഡർ നിയമനത്തിന് 7 വർഷത്തെ പ്രാക്ടീസും ഹൈക്കോടതിയിൽ 3 വർഷത്തെ പരിചയ സമ്പത്തും വേണമെന്ന വ്യവസ്ഥ പൂർണ്ണമായി അവഗണിച്ചു. 10 വർഷത്തിലേറെയായി പ്രാക്ടീസ് ചെയ്യാത്ത അഭിഭാഷകയെയും ഒരു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയെയും പ്ലീഡർമാരാക്കിയത് പാർട്ടിയിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ കേന്ദ്ര സർക്കാർ സ്റ്റാൻഡിംഗ് കൗൺസിലും ബി.ജെ.പി. നേതാവ് വി. മുരളീധരന്റെ അടുപ്പക്കാരനുമായ അഭിഭാഷകനെ പോലും പ്ലീഡർ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നു. പിന്നീട് പാർട്ടിയിൽ നിന്ന് കനത്ത എതിർപ്പ് ഉയർന്നപ്പോൾ മാത്രമാണ് ഇയാളെ ഒഴിവാക്കാൻ മുഖ്യമന്ത്രി തയ്യാറായത്. സ്റ്റേറ്റ് അറ്റോർണി നിയമനത്തിലും മുഖ്യമന്ത്രി മുന്നണി മര്യാദകൾ പൂർണ്ണമായി ലംഘിച്ചു. മുഖ്യമന്ത്രിയുടെ വ്യക്തി താൽപര്യ പ്രകാരമുള്ള നിയമന വേട്ടയിൽ സർക്കാരിന് ഏറ്റവും വലിയ തിരിച്ചടിയായത് ദേവസ്വം വകുപ്പിന്റെ പ്രത്യേക അഭിഭാഷകനായി കെ.ബി. പ്രദീപിനെ നിയമിച്ചതാണ്. നിലവിൽ ദേവസ്വം വകുപ്പിൽ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ തസ്തിക ഇല്ലെന്നിരിക്കെ പ്രദീപിനു വേണ്ടി പുതുതായി തസ്തിക ഉണ്ടാക്കിയാണ് മുഖ്യമന്ത്രി നിയമനം നടത്തിയത്. ശബരിമലയിലെ സുവർണക്കൊള്ള പ്രധാന പ്രചാരണായുധമാക്കി വോട്ട് പിടിച്ച് അധികാരത്തിൽ വന്ന സർക്കാർ അതേ സ്വർണക്കൊള്ള കേസിലെ പ്രതിപട്ടികയിലുള്ള സ്മാർട്ട് ക്രിയേഷൻസ് കമ്പനിക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായ ബി.ജെ.പി. അനുകൂലിയായ അഭിഭാഷകനെയാണ് ദേവസ്വം വകുപ്പിന്റെ സ്പെഷ്യൽ പ്ലീഡർ ആക്കിയത്. സ്വർണം കട്ടവർക്കെതിരെ വാദിക്കാൻ അവരുടെ വക്കീലിനെ തന്നെ സർക്കാർ നിയോഗിച്ചതിനെതിരെ പ്രതിപക്ഷവും സ്വന്തം മുന്നണി നേതാക്കളും ആയുധമണിഞ്ഞു. വിഷയം കനത്ത വിവാദമായതോടെ അന്വേഷണ വിവരങ്ങൾ പ്രതികൾക്ക് ചോരുമെന്ന ആശങ്ക പ്രത്യേക അന്വേഷണ സംഘം ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചു. ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇടപെടുമെന്ന ഘട്ടത്തിലെത്തിയപ്പോഴാണ് നാണക്കേടിൽ നിന്ന് തലയൂരാൻ പ്രദീപിനോട് 24 മണിക്കൂറിനുള്ളിൽ രാജിവെക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരം ഈ വിവാദ നിയമനങ്ങളെല്ലാം മുഖ്യമന്ത്രി മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെയാണ് തീരുമാനിച്ചത് എന്നതാണ്. മന്ത്രിസഭാ യോഗത്തിൽ അജണ്ടയ്ക്ക് പുറത്താണ് ഈ ഫയലുകൾ അവതരിപ്പിച്ചത്. അതത് വകുപ്പിലെ മന്ത്രിമാരോ വകുപ്പ് സെക്രട്ടറിമാരോ തങ്ങളുടെ കീഴിൽ വരാൻ പോകുന്ന വക്കീൽ ആരാണെന്ന് അറിഞ്ഞിരുന്നില്ല. കെ.ബി. പ്രദീപിന്റെ നിയമന ഫയൽ ദേവസ്വം സെക്രട്ടറിയുടെ മുന്നിൽ പോലും എത്തിയിട്ടില്ല. നിയമനം തന്റെ മാത്രം വിവേചനാധികാരമാണെന്ന മട്ടിലായിരുന്നു മുഖ്യമന്ത്രിയുടെ നീക്കങ്ങൾ. എന്നാൽ വിവാദമായതോടെ ഈ നിയമനം പാർട്ടിയുടെ അറിവോടെയല്ലെന്ന് കെ.പി.സി.സി. പ്രസിഡന്റും ഊർജ്ജ മന്ത്രിയുമായ സണ്ണി ജോസഫും തന്നെ അറിയിച്ചിട്ടേയില്ലെന്ന് ദേവസ്വം മന്ത്രി കെ. മുരളീധരനും പരസ്യമായി പ്രതികരിച്ചതോടെ മുഖ്യമന്ത്രി പൂർണ്ണമായും ഒറ്റപ്പെട്ടു. മന്ത്രി സണ്ണി ജോസഫിന്റെ സഹോദരി ഭർത്താവ് ബെന്നി തോമസിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ച സ്വജനപക്ഷപാത വിവാദത്തിന് പിന്നാലെയാണ് സതീശൻ സർക്കാരിന് വീണ്ടും തിരിച്ചടി ഉണ്ടാകുന്നത്. ശ്രദ്ധക്കുറവ് തുടർച്ചയായി ഉണ്ടായാൽ അത് ശത്രുക്കൾക്ക് ആയുധമാകുമെന്നും ജയിച്ചപ്പോൾ വിയർപ്പൊഴുക്കിയവരെ മറന്ന് മറ്റു പാർട്ടികളിലെ മിടുക്കരെ തേടിപ്പോകുന്നത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതിന് തുല്യമാണെന്നും ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നേതാക്കളായ ജിൻഡോ ജോണും രജിത് രവീന്ദ്രനും ഫേസ്ബുക്കിലൂടെ മുഖ്യമന്ത്രിയെ പരസ്യമായി വിമർശിച്ചു. ഭരണമേറ്റ ദിവസങ്ങൾക്കകം മുന്നണിയിലും പാർട്ടിയിലും അസംതൃപ്തി പുകയ്ക്കുകയും
ക്യാബിനറ്റ് മര്യാദകൾ ലംഘിച്ച് കോടികളുടെ കോഴി ആരോപണങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഏകാധിപത്യ നിലപാടുകൾക്കെതിരെ വലിയ രാഷ്ട്രീയ പ്രക്ഷോഭത്തിനാണ് കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്.